നല്ല നിലാവുള്ള രാവ്. വെറുതെ നോക്കി നിൽക്കാൻ തോന്നുന്നൊരു പ്രത്യേകതയുണ്ട് ആ അന്തരീക്ഷത്തിന്. നിലാവിനൊപ്പം നിശബ്ദം മൂടിയ ചുറ്റുപാട്. എത്ര നേരം ആ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നെന്ന് സനിക്ക് നിശ്ചയമില്ല. മമ്മിക്ക് വയ്യാത്തത് കൊണ്ട് അഡ്മിറ്റാണ്. പപ്പയുടെ ഫോൺ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. സംസാരിച്ചു കഴിഞ്ഞു അങ്ങനെയേ നിന്ന് പോയതാണ്. ഹോസ്പിറ്റലിൻ്റെ പിൻഭാഗമായതിനാൽ റോഡിന് തിരക്കോ വാഹനങ്ങളോ ബഹളങ്ങളോ ഫോണോ ഒന്നും ഇങ്ങോട്ടെത്തില്ല. ആ നിൽപ്പിൽ ഏറെ പ്രിയപ്പെട്ടവളെയാണ് അവൻ ഓർത്തത്. കുറച്ച് ദിവസങ്ങളായി അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. കോളേജിൽ പോയ 2 ദിവസവും കണ്ട് സംസാരിക്കാൻ പറ്റി. മെസ്സേജ് അയച്ചാലും അവൾ 2-3 വാക്കിൽ മറുപടി കൊടുക്കുന്നത് കൊണ്ട് ആ ചാറ്റ് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കാറില്ല. മുന്നത്തെ പോലെ അവൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നില്ല എന്നത് തന്നെയാണ് ആശ്വാസവും പ്രതീക്ഷയും. മമ്മിയുടെ ഫോൺ വന്നപ്പോഴാണ് സനി റൂമിലേക്ക് തിരിച്ചു ചെന്നത്. ഇത്തിരി പരിഭവത്തിലിരിക്കുന്ന മമ്മിക്കടുത്തേക്ക് അവൻ ചെന്നിരുന്നു. ബുദ്ധിമുട്ടായോ സനി? ആ ചോദ്യത്തിൽ ഇത്ര നേരം പുറത്തു നിന്നപ്പോൾ കിട്ടിയ സുഖം അപ്പാടെ പോയി. എന്താ മമ്മി, 2ാമത്തെ വട്ടമാണ് ഈ ഹോസ്പിറ്റലിൽ വന്ന് കയറിയതിൽ പിന്നെ ഈ ചോദ്യം? ഞാൻ പുറത്തേക്ക് നിന്നതാണോ കാരണം? പപ്പയുടെ ഫോൺ വന്നപ്പോൾ ഇറങ്ങിയതാ. നല്ല സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് അങ്ങനെ നിന്നുപോയി, അത്രേ ഉള്ളൂ. നീ ഇവിടെ വാ. മമ്മി വിളിച്ചതും അവൻ മമ്മിക്കൊപ്പം ബെഡിലേക്ക് കയറി കിടന്നു. കുറച്ചായില്ലേടാ നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി നടക്കുന്നു? അതുകൊണ്ട് ചോദിച്ചതാണ്. ബന്ധുക്കളെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോനൊന്ന് വീട്ടിൽ പോയി വരായിരുന്നല്ലോ. ഇത് നല്ല പാട്. വീട്ടിൽ പോയി വരാൻ അവിടെ ആരിയ്ക്കുന്നു? ഭക്ഷണം സമയാസമയം ജെയ്സി ചേച്ചി കൊണ്ടു തരുന്നുണ്ട്. പിന്നെ ഈ VIP റൂമിൽ ഉണ്ട് കുളിച്ച് ഉറങ്ങുന്നതിനാണോ എനിക്ക് ബുദ്ധിമുട്ട്? ബന്ധുക്കളില്ലാത്തത് അല്ലേ നല്ലത്? അല്ലെ സുഖാന്വേഷണം എന്ന പേരിൽ എത്ര എണ്ണം കയറി ഇറങ്ങി നമ്മുടെ പ്രൈവസി കളഞ്ഞേനെ? സനി പറഞ്ഞത് കേട്ട് ലിൻഡ ചിരിച്ചു. പപ്പയുടെ മോൻ തന്നെ. ആ, പപ്പ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധുക്കളുടെ പേരും പറഞ്ഞ് മമ്മി സെൻറ്റി അടിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തനിച്ചിട്ട് എന്നോട് വീട്ടിൽ പോയിക്കോളാൻ. ഞാനും ഒന്നും പറയുന്നില്ലേ. നമുക്ക് നമ്മൾ മതി. ഇനിയുള്ള ബന്ധങ്ങൾ നിന്നിലൂടെ ഉണ്ടാവട്ടെ. അവർ അവൻ്റെ തലയിൽ തലോടി. സനി നിലയെ ഓർത്തു. അവളുടെ ചിരി, സംസാരം, അങ്ങനെ ഓരോന്നും അവന് മുന്നിൽ കാണുന്ന പോലെ തോന്നി. ബന്ധുബലം കൂട്ടേണ്ട കാര്യം പറഞ്ഞപ്പോഴേ ചെക്കൻ സ്വപ്നലോകത്തേക്ക് പോയി. സനി ചിരിയോടെ കമിഴ്ന്നു കിടന്നു. നിന്റെ നിലയെക്കുറിച്ച് ഞാൻ പപ്പയോട് പറയട്ടെ? അച്ചാറ് കഴിച്ചിട്ടാണ് പിന്നെയും ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത് എന്ന് ഞാനും പപ്പയോട് പറയട്ടെ? ആ കിടപ്പിൽ തലയൊന്ന് പൊക്കി സനി ചോദിച്ചു. മമ്മി ഒന്നും പറഞ്ഞില്ല, പറയാനുമില്ല. മോൻ ഉറങ്ങിക്കോ. കുഞ്ഞിക്കുട്ടികളെ ഉറക്കും പോലെ ലിൻഡ അവൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു. വെള്ളിയാഴ്ച രാത്രി ടെറസിൽ ഡ്രസ്സ് വിരിക്കാൻ കയറിയതാണ് നിളയും സേതിയും. സേതി വീട്ടിൽ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിള പോക്ക് പിറ്റേന്നൊക്കെയാക്കി. പിന്നെ ജിതിനും തിരക്കിലാണ്. കൊണ്ടുപോകാൻ മാമൻ വരാമെന്ന് പറഞ്ഞിട്ട് നിളയൊട്ട് സമ്മതിച്ചതുമില്ല. ശനിയാഴ്ച രാവിലെ ബസ്സിന് അവൾ വന്നോളാമെന്ന് ഏറ്റു. പിന്നെ കഴുകാനുള്ള ഡ്രസ്സ് കെട്ടിപ്പെറുക്കി ബസ്സിൽ പോകേണ്ട ബുദ്ധിമുട്ട് മാത്രം. അതങ്ങ് ഇവിടെ കഴുകിയാൽ പോരെ എന്ന് സേതി ചോദിച്ചതിൻ്റെ ഭാഗമായാണ് രണ്ടും കൂടി ഈ രാത്രി ടെറസിൽ. ഹോസ്റ്റലിൻ്റെ പിന്നിൽ അത്യാവശ്യം സ്ഥലമുണ്ട്. ഡ്രസ്സ് കഴുകാൻ 4-5 അലക്കുകല്ലും അടുത്ത് തന്നെ ടാങ്കും പൈപ്പും വെള്ളവും എല്ലാം ഉണ്ട്. സേതിക്കൊപ്പം ഡ്രസ്സുകൾ കഴുകാൻ ചെല്ലുമ്പോൾ വേറെയും കുട്ടികളുണ്ട് കഴുകാൻ. എല്ലാവരും കൂടി സംസാരിച്ച് കളിച്ചിരിയോടെയാണ് ഓരോന്നും ചെയ്യുന്നത്. ചില ഡയലോഗുകൾക്ക് ചിരിച്ച് മണ്ണിൽ ഇരുന്നു പോയവരുമുണ്ട്. എല്ലാവരും കഴുകി കഴിഞ്ഞ് കയറുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. ടെറസിൻ്റെ മുകൾ ഭാഗം മൊത്തം ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തുണി ഇവിടെ വിരിച്ചിട്ടാൽ ഉണങ്ങിക്കഴിയുമ്പോൾ വന്നെടുത്താൽ മതി. തുണി വിരിച്ചു കഴിഞ്ഞു 2 ആളും ടെറസിൽ തന്നെ ഇരുന്നു. വേറെയും 2-3 പേര് ഫോണിൽ സംസാരിച്ച് ടെറസിലുണ്ട്. നില ഇരുന്നതിന് അടുത്തായി സേതിയും ഇരുന്നു. നിന്റെ ചിത്തേട്ടൻ പോണില്ലേ നാട്ടിൽ? ചിത്തേട്ടൻ എല്ലാ വീക്കും പോകാറില്ല. കഴിഞ്ഞ തവണ അപ്പച്ചി ചെല്ലാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാ. ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് പോവാൻ ചാൻസ് ഉള്ളൂ. നീ എൻ്റെ കൂടെ വാടി. ഇവിടുന്ന് അത്ര വഴിയില്ലല്ലോ എൻ്റെ വീട്ടിലേക്ക്. അമ്മ വിടില്ലെന്ന് എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു നിന്നോട് ഞാൻ. അമ്മയ്ക്കതൊക്കെ ടെൻഷനാണ്. നീ ഇനി നാട്ടിൽ പോകുമ്പോൾ എന്നെ കൂടി കൂട്ടുമോ? ഇത്ര ടെൻഷനുള്ള നിൻ്റെ അമ്മയെ കാണാതെ പറ്റില്ല. പാരൻസ് മീറ്റിംഗ് വച്ചാലൊക്കെ വരുന്നത് മാമനല്ലേ? അത് പരിഗണിക്കാം. ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ നിന്നെയും കൂട്ടാം. സേതി സമ്മതിച്ചു. സംസാരിച്ചിരിക്കലേ നീലിമയുടെ കോൾ വന്നു.
ഇന്ന് ചെല്ലാത്തിനുള്ള ചീത്ത വിളിക്കുകയായിരിക്കും. ഫോൺ എടുക്കും മുന്നേ സേതിയോട് പറഞ്ഞവൾ എണീറ്റു. നിള ഫോണുമായി നീങ്ങിയപ്പോൾ സേതി വിശ്വജിത്തിനെ കോൾ ചെയ്തു. ജിത്തേട്ടൻ തിരക്കിലാണോ? അല്ല, പറഞ്ഞോ. ചപ്പാത്തി പരത്തത് നിർത്തി അവൻ പുറത്തേക്കിറങ്ങി. വീട്ടിൽ പോകുന്നുണ്ടോ നാളെ? ഇല്ല, ഇനി 2 ആഴ്ച കഴിഞ്ഞ് പോകുന്നുള്ളൂ. എനിക്ക് നാളെ ഒന്ന് ജിത്തേട്ടനോട് സംസാരിക്കണമല്ലോ. പുറത്ത് പോണോ? നിള പോയില്ലേ? അവൾ രാവിലെ പോകും. അത് കഴിഞ്ഞ് വിളിക്ക്, ഞാൻ വരാം. സേതി സമ്മതിച്ചുകൊണ്ട് ഫോൺ വെച്ചു. സേതിക്ക് എന്താണ് കാര്യമായി സംസാരിക്കാൻ ഉണ്ടാവുക? അല്ലാതെ പുറത്തു പോകണമെന്ന് പറയില്ല. അടുക്കളയിലെത്തി ബാക്കി ചപ്പാത്തി പരത്തുമ്പോൾ അവൻ്റെ ചിന്ത മുഴുവൻ അതായിരുന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവേ.